ഹലോ, ഞാൻ നിങ്ങളുടെ അയാനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് കഥ കേട്ടാലോ. കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ ഗ്രീനിൻ്റെ അർത്ഥം അറിയാമല്ലോ, നല്ല പച്ച. അപ്പോൾ പച്ചയ്ക്ക് ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ താഴത്തെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒന്നുകൂടെ എന്ത് കഥയാണെന്നല്ലേ, നമ്മുടെ പത്മാമ്മയുടെ കഥ. നമ്മുടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. ലക്ഷ്മി, വർഷ, അർച്ചന, പത്മ. ഇതിൽ പത്മയും അർച്ചനയും ചുറ്റിപ്പറ്റിയായിരുന്നു കഴിഞ്ഞ 2 പാർട്ടിലെ കഥകളും. അപ്പോൾ അത് കേൾക്കാത്തവർ ആ 2 പാർട്ടും കൂടി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി ഒന്ന് കേട്ടിട്ട് ഇതിലേക്ക് വരികയുള്ളൂ കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കഥയിലോട്ട് പോയാലോ. കുറേ സംഭവങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രി പത്മ ആഹാരം എടുത്ത് വെക്കുന്ന നേരം സത്യനാഥൻ, അതായത് നമ്മുടെ പത്മയുടെ കെട്ടിയൻ ആൾ വീട്ടിലെത്തി. ശേഷം അവർ ആഹാരമൊക്കെ കഴിച്ച് എണ്ണീറ്റു കിടക്കാനൊരുങ്ങി. കുറേ നാളുകളായി സത്യൻ പത്മയൊന്ന് മനസ്സിലായില്ലേ, അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് പത്മ വിചാരിച്ചു സത്യനെ ഇന്നൊന്ന് സെറ്റാക്കി എടുപ്പിക്കണം എന്ന്. എന്നിട്ട് കിടക്കാൻ നേരം പത്മ അതൊക്കെ ഇട്ടിങ്ങനെ സത്യനൊന്ന് ഇതാക്കി ഓരോന്നൊക്കെ ആക്കി. ഇത് കണ്ട് സത്യനാഥൻ ചോദിച്ചു, എന്താടി പെണ്ണേ ഇന്ന് നിനക്കൊരു ഇളക്കം? പത്മ ചോദിച്ചു, എന്താ ഇളകിക്കൂടെ എനിക്ക്? പക്ഷേ സത്യം പറഞ്ഞു, ഇന്നെനിക്ക് വയ്യ, നിന്നെ വെറുതെ വിട്. ഇത് കേട്ടതും പത്മയുടെ സാക്കല്ല ഇതൊന്ന് ഓഫായിപ്പോയി. ആൾക്കാണെ നല്ല ദേഷ്യം വന്നു. പിന്നെ എങ്ങനെ വരാണ്ടിരിക്കുമല്ലേ, നമ്മൾ നല്ല രീതിക്കായിട്ട് ആണായാലും പെണ്ണായാലും അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ പാർട്ട്ണർ തിരിച്ച ആ രീതിക്കല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വിഷമവും ദേഷ്യവും ഒക്കെ വരില്ലേ. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പത്മാമ്മയ്ക്കും. പക്ഷേ എല്ലാം സഹിച്ചിരുന്നു പത്മ. എന്നിട്ട് പത്മ മനസ്സിൽ നല്ല വിഷമത്തോടെ ആ ദിവസം ഉറങ്ങി തീർത്തു. അടുത്ത ദിവസം വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. ഒരു ഗോളൊക്കെ അടിച്ച് പിന്നെ അടിപ്പിക്കാനും സഹായിച്ച്. ഞാനൊരു വലിയ മെസ്സി ഫാനാണേ. ശേഷം ഫുട്ബോളൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ അച്ഛൻ നാളെ ദുബായ് തിരിച്ച് പോവുക, ഇനി ഞാനും അമ്മയും മാത്രമായി. അപ്പോൾ അച്ഛൻ പോട്ടെ, കുടുംബം നോക്കാനുള്ളത് അത്ര പാടല്ലേ. ഞാൻ ഓൾ ദി ബെസ്റ്റ് എന്നും പറഞ്ഞു. എന്നിരുന്നാലും നാളെ അച്ഛൻ പോകും. എന്നിട്ട് അമ്മ എന്നോട് ചോദിച്ചു, എടാ നീ എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞു, വളരെ നന്നായിട്ട് ഇങ്ങ് പോവുക അമ്മ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ കുഴിയിലൊന്നും പോയി ചാടരുത്. ഇല്ലമ്മേ, ഞാൻ ചാടത്തില്ലെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്നൊരു 7 മണിയായപ്പോൾ ഇറങ്ങി. വെറുതെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടെ കോഴ്സ് കഴിയാൻ ഇനിയും 2 മാസം തികച്ചില്ല. അതിനിടയിൽ പത്മയും ഞാനുമായിട്ടുള്ള ഈഗോ പ്രശ്നം മാറ്റി വലിയൊരു സുഹൃത്ബന്ധം സ്ഥാപിച്ചിരിക്കണം. അങ്ങനെ ചിന്തിച്ച് ഞാൻ ബൈക്ക് ഓട്ടിക്കുന്ന സമയം എനിക്കൊരു കോള് വന്നു. നമ്മുടെ സത്യനാഥനായിരുന്നു, പത്മയുടെ കെട്ടിയാൻ. ഞാൻ ഫോണെടുത്ത്, ഹലോ അങ്കിൾ. എടാ മോനെ, നീ ശനിയാഴ്ച ഫ്രീ ആണോ? അതേലോ അങ്കിൾ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? സത്യനാഥൻ പറഞ്ഞു, എടാ ഈ ശനിയാഴ്ച നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ അങ്കിൾ പറഞ്ഞോ, ഞാൻ ചെയ്യാം. മോനെ, നിനക്കെൻ്റെ അവസ്ഥ അറിയാലോ, ബിസിനസ്സും കാര്യങ്ങളും എല്ലാം കൂടി ഞാനൊരു ഓട്ടത്തിലാണ്. ഈ ശനിയാഴ്ച പത്മയെ ഞാൻ ഷോപ്പിങ്ങിന് കൊണ്ടുവന്ന് ഏറ്റിരുന്നു. ശനിയും ഞായറും എനിക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത ദിവസങ്ങളാണ്. പക്ഷേ ഈ ശനിയാഴ്ച ഞാൻ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞിരുന്നു പത്മയോട്. പക്ഷേ ഈ ശനിയാഴ്ചത്തേക്കൊരു തലവേദന വന്ന് എൻ്റെ തലയിൽ ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ അവളെ ഒന്ന് കൊണ്ടുപോയി ഷോപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വാങ്ങിച്ചു കൊടുത്തേക്ക്. നിൻ്റെ അക്കൗണ്ടിൽ ഞാൻ പൈസ ഇട്ടേക്കാം. നിനക്ക് എൻ്റെ ടൊയോട്ടോ ക്യാമറ വേണോ? ആ കാറെടുത്ത് നീ അവളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോക്കോ. ഒന്നിനും കുറവും വരുത്തണ്ട. ഞാൻ പറഞ്ഞു, എന്നാൽ അതുപോലെ ഞാൻ ചെയ്തേക്കാം. അതിനുശേഷം ഞാനൊന്ന് ആലോചിച്ചു. ഏതായിരുന്നാലും പത്മയെ കൊണ്ട് ഷോപ്പിങ്ങിന് പോവുകയല്ലേ, എന്നാൽ ആ ദിവസം തന്നെ ഡിന്നറും ബുക്ക് ചെയ്യാം. പക്ഷേ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ അർച്ചനയും ചാടിക്കേറി വരും. അപ്പോൾ ആ കാര്യം നടക്കത്തില്ല. പിന്നൊരു ദിവസം ഡിന്നറാക്കാം അല്ലേ? എന്നാലും ഒരു കൈ ശനിയാഴ്ച നോക്കിയേക്കാം. ശേഷം കോളേജിൻ്റെ അവസാന ദിവസങ്ങൾ അടുത്തെത്തി. കാരണം കോളേജ് ആനുവൽ ഡേ വെള്ളിയാഴ്ചയാണ്.
അടുത്ത ദിവസം പത്മിയെ ഷോപ്പിങ്ങിനും കൊണ്ടുപോകണം. എന്തായിരുന്നാലും ആനുവൽ ഡേയുടെ അന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഒരു കിട്ടിലൻ ഡാൻസ് ഉണ്ട്. കൂടാതെ അർച്ചനയുടെ ഒരു പാട്ടുമുണ്ട്. ആനുവൽ ഡേ ഒന്ന് പൊളിച്ചെടുക്കണം ഞാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഉറങ്ങി. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ അച്ഛൻ ഫ്ലൈറ്റ് കയറി. അമ്മ ആകെ ഒറ്റപ്പെട്ട പോലുള്ള ഫീലിംഗ് ആയിരുന്നു. ഞാൻ പറ്റുന്ന പോലെ അമ്മയെ സമാധാനിപ്പിച്ചു. പിന്നെ ആ ആഴ്ച അർച്ചനയുടെ പാട്ട് പ്രാക്ടീസും എൻ്റെ ഡാൻസ് പ്രാക്ടീസൊക്കെ ആയിട്ട് ദിവസങ്ങളങ്ങ് മുന്നോട്ട് പോയി. അങ്ങനെ വെള്ളിയാഴ്ച എത്തി. ഇന്നാണ് ആനുവൽ ഡേ. ഞാനും അർച്ചനയും കോളേജിലേക്ക് എത്തി. അർച്ചന ഇട്ടുന്ന വേഷം ഒരു ഹാഫ് സാരി ആയിരുന്നു. ഒന്നും എക്സ്പോസ്ഡ് അല്ല, എല്ലാം കവർ ചെയ്ത് തന്നെയാണ് അർച്ചന ഹാഫ് സാരി ഇട്ടത്. ഞാൻ അർച്ചനയുടെ ഹാഫ് സാരി ഇടാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. അഥവാ ഒരവസരം കിട്ടിയാൽ പാവാടയല്ലേ നല്ലത് അല്ലേ? ഹാഫ് സാരി കൊണ്ടുള്ള ഗുണം ഇതാണേ. അങ്ങനെ പ്രോഗ്രാമെല്ലാം ഭംഗിയായി നടന്നു. പാട്ടൊക്കെ പാടി കയ്യടിയും കിട്ടി അർച്ചനയ്ക്ക്. അതിനുശേഷം ഞാനും എൻ്റെ സുഹൃത്തുക്കളുടെയും ഡാൻസ് ആയിരുന്നു. ഞങ്ങൾ താട്ടി തകർത്തു. ഞാനും അർച്ചനയും ഒരുമിച്ച് നിന്ന് ഒരുപാട് സെൽഫിയൊക്കെ എടുത്തു. ഒരു 6 മണി കഴിഞ്ഞിട്ട് നേരെ ഇട്ടിയപ്പോൾ ഞാൻ അർച്ചനയൊരു ആക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ കരുതി. ഞാൻ അർച്ചനയും കണ്ടൊരു ആളൊഴിഞ്ഞ ക്ലാസ് റൂമിലേക്ക് കയറി. ക്ലാസ് റൂമിലെത്തിയ ശേഷം അർച്ചനയെ ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് തുടങ്ങി. നല്ല ആഴത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതാക്കിയപ്പോഴാണ് എനിക്ക് ബോധം വന്ന്. ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ പോയി വാതിലടയ്ക്കട്ടെ, നിൻ്റെ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ജനാലകളൊക്കെ ഞാൻ അടച്ചു. കഥ കടയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ ആരോ ക്ലാസ് മുറിയിലേക്ക് വരുന്ന ശബ്ദം കേട്ടു. ഉടനെ ഞാൻ അർച്ചനയുടെ അടുത്തേക്ക് ഓടി. ഞാനും അർച്ചനയും ഏറ്റവും പുറകിലെ ബെഞ്ചിൽ താഴെ ചെന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നോക്കി, ആരായിരിക്കും? ഞാൻ നോക്കുന്ന എൻ്റെ കൂടെ പഠിക്കുന്ന, കൂടാതെ കുറച്ച് മുമ്പ് എൻ്റെ കൂടെ ഡാൻസ് കളിച്ച അജിത്തും സുധിയും. ഞാൻ നോക്കി, ഇവന്മാർ എന്തിനുള്ള പുറപ്പാടാ? പെട്ടെന്ന് തന്നെ അജിത്തും സുധിയും ക്ലാസ് റൂം നോക്കിയിട്ട് നമുക്കിന്ന് ഇവിടെ കൂടാം. ഞാൻ വിചാരിച്ചു വല്ല വെള്ളടിയായിരിക്കുന്നു. എന്നിട്ട് അജിത്ത് സുധിയോട് പറഞ്ഞു, എടാ പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് വിളിക്ക്. ഞാനും അർച്ചനയും കണ്ണ് തള്ളിപ്പോയി. ഇവന്മാർ ആരെപ്പറ്റിയാ പറയുന്നേ? അങ്ങനെ ഇരിക്കെ എന്നെ അർച്ചനയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും വലിയ പഠിപ്പി അപർണ. അതുമാത്രമല്ല അർച്ചന അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിന്ന്, അതായത് മറ്റേ കാര്യമില്ല ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്, അർച്ചനയുടെ വീട്ടിൽ പോയിന്ന്. ആ കൂട്ടുകാരി തന്നെയാണ് അപർണ. അതെ, അത് അവൾ തന്നെ അപർണ. അവൾ അകത്തേക്ക് കയറി വന്നു. അതിനുശേഷം അജിത്ത് വാതിലടച്ചു. അപർണ ഒരു പരുങ്ങലൊക്കെ ഉണ്ടായിരുന്നു. അപർണയുടെ വേഷം പട്ടുപാവാട തന്നെയാണ്. അവന്മാർ പറഞ്ഞു, എന്നാൽ നമുക്ക് കാര്യങ്ങൾ തുടങ്ങിയാലോ. എന്നിട്ട് അപർണയെ ഡെസ്കിൻ്റെ മുകളിലേക്ക് ഇതാക്കി. സുധി അജിത്തും അവളെ അങ്ങ് വളഞ്ഞു. രണ്ടുപേരും കൂടെ അപർണ ഓരോന്ന് കാട്ടുന്നത് കണ്ട് ഞാനും അർച്ചനയും ഞെട്ടിയിരിക്കുകയായിരുന്നു. ഈ കാഴ്ച കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അർച്ചനയുടെ അവിടേക്ക് ലക്ഷ്യം വെച്ചു. അർച്ചന പറഞ്ഞു, എടാ വേണ്ട, നമ്മൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാകും. ഉണ്ടെന്നറിഞ്ഞാലല്ലേ പ്രശ്നം, അവരെ അറിയിക്കാതെ ഞാൻ നോക്കിയാൽ പോരെ. അങ്ങനെ ഞാൻ പതിയെ ഇതാക്കി. അർച്ചന പറഞ്ഞ പോലെ തന്നെ ഓരോന്ന് ഇതാക്കുക. ഞാൻ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ സുധിയും അജിത്തും അപർണയും കൂടെ നല്ല രീതിക്കാവുന്നുണ്ട്. പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് അപർണയുടെ വിളിയൊന്നും അധികം കേൾക്കാൻ പറ്റില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കിടന്ന് വിളിക്കുന്നുണ്ട്. ആന്നും ഈന്നും അയ്യോ എല്ലാ വവൽസും കിടന്ന് വിളിക്കുന്നുണ്ട്. അർച്ചന ഓരോന്നാക്കാതിരിക്കാൻ ഞാൻ പൊത്തി പിടിച്ചിട്ടുമുണ്ട്. പ്രോഗ്രാമിൻ്റെ സൗണ്ട് നല്ല കൂടുതലാണേ. എന്നാലും സേഫ്റ്റി നോക്കി ഞാനതങ്ങാക്കി. ഞാനൊന്ന് ഇതാക്കിയപ്പോൾ അങ്ങനെ ആ ബെഞ്ചിൻ്റെ ഏറ്റവും അവസാനമായിരുന്നു ഞാനും അർച്ചനയും. ഏറ്റവും മുന്നിൽ നല്ല രീതിക്ക് ഞങ്ങൾക്ക് കാണത്തക്ക രീതിക്ക് രണ്ടുപേരും അപർണയും കൂടി. അങ്ങനെ അവരുടെ ഓരോ പ്രവർത്തി കാണുമ്പം എനിക്ക് വീണ്ടും ഹരമാകും. അപ്പോൾ എന്താ, ഞാൻ അതും കൂടെ അർച്ചനയ്ക്കിട്ടങ്ങ് കൊടുക്കും. അങ്ങനെ എല്ലാവരുടെയും പരിപാടിയായി. ഞാൻ അർച്ചനെ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല.
അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇങ്ങനെ കണ്ടതിലുള്ളൊരു വിഷമമായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. അതിനുശേഷം അജിത്തും സുധിയും ഓരോന്നെടുത്തിതാക്കിയിട്ട് അപ്പോഴെന്തേ പറഞ്ഞ ചത്ത പോലെ കിടക്കുന്നുണ്ട്. ശേഷം അജിത്തും സുധിയും കൂടി ചേർന്ന് ഒക്കെ നേടാൻ സഹായിച്ചിട്ട് അമ്മയ്ക്ക് നേരെ എണീറ്റ് നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രമായി. 3 പേരുടെയും പെരുമാറ്റം എനിക്ക് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു. മനസ്സ് തുറന്നൊരു ഇതായിരുന്നില്ല അപർണയുടെ എത്തുന്നു. എന്തോ അവളെ പല്ലായി പിടിച്ച് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ശ്രുതിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നത്. ശ്രുതി പറഞ്ഞു, എടാ അജിത്തെ നോക്കടാ, ഒരു നീല സാരി എടുത്തൊരു സാധനമുണ്ട്, നീ വാ നമുക്ക് ഇവിടെ പോയി ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. അതും പറഞ്ഞ് അവന്മാർ വാതിൽ തുറന്നു. ആരും വരുന്നില്ല എന്നുറപ്പ് വരുത്തി വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം അർച്ചന ഇതാക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ തന്നെ അവളങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ അർച്ചനയെ തട്ടി ഉണർത്തി, എടി അവരെല്ലാവരും പോയി, വാ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ അർച്ചന എണീറ്റ് ഒരു മൗനമായ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, എടാ എന്നാലും അപർണ എന്തിനായിരിക്കും ഈ ഒരു കാര്യത്തിന് സമ്മതിച്ചേ? ഞാൻ പറഞ്ഞു, എടി നീ സമാധാനപ്പെട്, ഇതിൻ്റെ ചുരുൾ നമുക്ക് അഴിക്കാം എന്നും പറഞ്ഞ് ഒന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഞാൻ ഫോൺ വെളിയിലെടുത്തു. അപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ അമ്മയുടെ 25 മിസ് കോൾ. അയ്യോ ദൈവമേ, ചതിച്ചല്ലോ. ഞാൻ ഫോൺ സൈലൻ്റ് ഇട്ടത് പണിയാവുമല്ലോ. അപ്പോൾ അമ്മ വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. എടാ നീ എവിടെയാടാ? ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് വിളിക്കുന്നു. വീടിൻ്റെ താക്കോൽ എവിടെ? അച്ഛൻ ദുബായി പോയ ശേഷം വീടിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്. ഞാനത് അപ്പോഴാണ് ഓർത്തത്. മണ്ടത്തരായിപ്പോയി. ഞാൻ പെട്ടെന്ന് ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് വന്നേ, ഞാൻ നിൻ്റെ കോളേജിലുണ്ട്. ഞാൻ കണ്ണ് തള്ളിപ്പോയി. അമ്മ കോളേജിൽ വന്നെന്നോ? പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പോയി. എൻ്റെ കൂടെ അർച്ചനയും വന്നു. അമ്മയെ കണ്ടു. അടുത്ത് ചെന്ന് താക്കോല് കൈവശം കൊടുത്തു. അർച്ചനയും എൻ്റെ കൂടെ വന്ന് അമ്മയെ കണ്ടു. അമ്മ അർച്ചനയെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ഇതാണോ നീ പറഞ്ഞ കുട്ടി? ആ അതെ അമ്മേ. അമ്മ പറഞ്ഞു, കൂടെ നടക്കുന്നതൊക്കെ കൊള്ളാം, പഠിത്തത്തിൽ ഉഴപ്പരുത്, എന്നാൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ. ഞാൻ പറഞ്ഞു, ഇല്ലമ്മേ പഠിച്ചോളാം. അർച്ചന ചിരിച്ചു. അമ്മ താക്കോലും വാങ്ങിക്കൊണ്ട് അങ്ങനെ എന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അമ്മ ഉടുത്തിരിക്കുന്നത് നീല സാരിയാണ്. നേരത്തെ സുജിയും അജിത്തും പറഞ്ഞ നീല സാരി ഉടുത്ത ആൾ ഇനി എൻ്റെ അമ്മയാണോ? ഞാൻ ഒന്നും അറിയാത്ത പോലെ എൻ്റെ കണ്ണ് ചുറ്റും ഓടിച്ചു. അപ്പോൾ അജിത്തും സുധിയും പിന്നെ വേറെ 2 ഡിപ്പാർട്ട്മെൻറ്റിലെ പയ്യന്മാരും കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന കണ്ടു. അമ്മ നടന്നകന്ന് പോവുക. ആ നീല സാരിയിൽ അതൊക്കെ ഇങ്ങനെ ആക്കി അവന്മാരാണെ ആക്രാന്തത്തോടെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട്. എനിക്ക് അപ്പം തന്നെ 2 കൊടുക്കാൻ തോന്നി. പക്ഷേ അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പിന്മാറി. ശേഷം പ്രോഗ്രാമൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. ഞാനും അർച്ചനയും ഇറങ്ങാൻ നേരം ഞാൻ ചോദിച്ചു, എടി നിന്നെ വീട്ടിൽ കൊണ്ട് വിടട്ടെ? വേണ്ടടാ, എന്നെ വിളിക്കാൻ വർഷേച്ചി വരും. ഇവിടെ വെച്ച ശരിക്കും പറഞ്ഞാൽ ഞാൻ വർഷ എന്ന കഥാപാത്രത്തെ ആദ്യമായിട്ട് കാണുന്നത്. ഈ കഥ തുടങ്ങുന്നതും ആദ്യം ഞാൻ പറഞ്ഞിരുന്നു വർഷ എന്നൊരു കഥാപാത്രം ഓർക്കുന്നുണ്ടോ? നമ്മുടെ സത്യനാഥൻ അങ്കിളുടെ, അതായത് പത്മയുടെ കെട്ടിയൻ്റെ ബിസിനസ് മാനേജറാണ് വർഷ. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരി എന്നാൽ ആ ചേച്ചി വന്നിട്ട് ഞാൻ ഇറങ്ങാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വർഷ ചേച്ചി കാറും കൊണ്ടെത്തി. വർഷ ചേച്ചി എന്നെ കണ്ടെന്ന് ചിരിച്ചു. ഞാനും തിരിച്ചൊരു ചിരി പാസ്സാക്കി. അർച്ചന എന്നോട് യാത്രയൊക്കെ പറഞ്ഞ് കാറിൽ കയറി. എന്നാലും വർഷ നേരി കണ്ടപ്പോൾ അതൊക്കെ തന്നെ, ഒരു 32 പ്രായം വരും. കണ്ടാൽ തന്നെ ഒരു വെൽ സെറ്റിൽഡ് ഫാമിലി എന്ന് പറയാം. വർഷേച്ചി അർച്ചനയും കൊണ്ടുപോയ ശേഷം ഞാനും വീട്ടിലേക്ക് തിരിച്ചു. ഞാൻ വീട്ടിലെത്തി അകത്ത് കയറി. അപ്പോൾ നേരത്തെ നടന്ന താക്കോൽ പ്രശ്നത്തിൽ അമ്മ എന്നെ ഒന്ന് വഴക്കുറയെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മ നേരത്തെ തന്നെ കിടന്നുറങ്ങി. ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലെ വാതിലൊക്കെ അടച്ച് എൻ്റെ റൂമിൽ പോയി ഫോണും എടുത്ത് പത്മയ്ക്ക് മെസ്സേജ് അയച്ചു. എടി പത്മേ, നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ, ഫുഡ് കഴിക്കാൻ വെളിയിൽ പോകുന്നു. അങ്ങനെ എനിക്ക് പൈസ ഗൂഗിൾ പേ വഴി അയച്ചിട്ടുണ്ടേ. പിന്നെ അങ്കിളിൻ്റെ കാറ് നാളെ എടുത്തോളാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. കൂടാതെ അർച്ചന നാളെ വരികയാണെങ്കിൽ അവളെയും കൊണ്ടുപോകാം. ഇനി പത്മയ്ക്കത് താല്പര്യമുണ്ടെങ്കിൽ അവളെ തടയേണ്ട കടമ പത്മയ്ക്ക്. പത്മ നോക്കാമെന്ന് റിപ്ലൈ തന്നു. പിന്നെ പോകുന്നതിന് മുമ്പ് പത്മയ്ക്ക് ഞാനൊരു എമോജി അയച്ചു കൊടുത്തു. എന്നിട്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ഫോട്ടോയും പത്മയ്ക്ക് അങ്ങ് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് തിരിച്ചതായോ? പത്മ അതുപോലെ തന്നെ ചെയ്തു.
ഞാൻ ഹാപ്പി ആയിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് നാളെ കാണാമെന്നും പറഞ്ഞ് പോയി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെയായി. പത്മയുടെ കട്ടിയവൻ എന്നെ ഫോണിൽ വിളിച്ചു. എടാ മോനെ, നിനക്ക് ഞാൻ ഗൂഗിൾ പേ വഴി പൈസ അയച്ചിട്ടുണ്ട്. ഇന്നവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കൊടുത്തേക്ക്. ഞാൻ ശരി എങ്കിലെന്നും പറഞ്ഞ് ഫോണങ്ങ് കട്ടാക്കി. എന്നിട്ട് ഞാൻ പത്മയെ വിളിച്ചു. എടീ, ഒരു അരമണിക്കൂറിനകത്ത് ഞാനവിടെ എത്തും, റെഡിയായി നിൽക്ക്. അപ്പോഴാണ് ആളെന്നോട് പറയുന്നത് ഇന്നത്തെ പ്ലാൻ ക്യാൻസലാക്കേണ്ടി വരും, അർച്ചനയ്ക്ക് ഒട്ടും വയ്യ, അതാ കാരണമെന്ന്. ഞാൻ രാവിലെ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ലായിരുന്നു. കാര്യം കത്തി, എന്തുകൊണ്ടാണ് റിപ്ലൈ ഇല്ലാത്തതെന്ന്. ഞാൻ അവളെ വിളിച്ചു, ഫോൺ എടുത്തില്ല. എന്തായിരുന്നാലും എത്രയും വേഗം പത്മയുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ ബൈക്കെടുത്ത് അർച്ചനയുടെ വീട്ടിലെത്തി. അകത്ത് കയറി പത്മയെ കണ്ടു. എന്നിട്ട് ഞാൻ ചോദിച്ചു അവൾക്ക് എന്തു പറ്റി. ഞാൻ എന്തായിരുന്നാലും അവളെ ഒന്ന് കാണട്ടെ. പത്മ എനിക്കതിന് അനുവാദം തന്നു. ഞാൻ മുകളിൽ കയറി അർച്ചനയുടെ മുറിയിലെത്തി. വാതിൽ തുറന്നു. ദേ, അവിടെ പനിച്ച് വിറച്ച് അർച്ചന കിടക്കുന്നുണ്ട്. ഞാൻ അവളുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, എന്ത് പറ്റിയടി? ഒരു പനി. അവളൊന്നും മിണ്ടിയില്ല. മരുന്നൊക്കെ കഴിച്ചിട്ട് അവൾ കിടക്കുക. ഞാൻ അവളെ പൊക്കിയെടുത്ത് വാടിയെന്നും പറഞ്ഞ്, സത്യം പറയടി, ഇന്നലെ നിൻ്റെ കൂട്ടുകാരിയുടെ അതൊക്കെ കണ്ട ശേഷമല്ല നിനക്ക് ഈ പേടിപ്പനി വന്നേ. അർച്ചന ഒന്ന് ചിരിച്ചു. നീ എണ്ണീറ്റ് വന്നേ. മതി ചിരിച്ചത്. പപ്പ എന്നെ രാവിലെ വിളിച്ചിരുന്നു. ഷോപ്പിങ്ങിന് പോകാനുള്ള പൈസ എല്ലാം എനിക്ക് ഗൂഗിൾ പേ വഴി അയച്ചിട്ടുണ്ട്. ഷോപ്പിങ്ങിന് പോയിക്കോളാനും നിങ്ങളെ പൊന്നു പോലെ നോക്കാനും ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ വേഗം റെഡിയായി വാ. എന്നിട്ട് ഞാൻ അവളുടെ നെറ്റിയിലൊന്ന് കൊടുത്തിട്ട് അപ്പോൾ ഒരു എനർജി കിട്ടി. ശേഷം അവൾ പറഞ്ഞു, ഞാൻ റെഡിയായിട്ട് വരാമെന്ന്. ഞാൻ താഴെ നിൽക്കും, നീ താഴെ റെഡിയായിട്ട് വന്നാൽ മതി. എന്നിട്ട് ഞാൻ അവളുടെ ഒന്നുകൂടെ കൊടുത്തിട്ട് താഴേക്ക് പോയി. താഴെ പത്മ നിൽക്കുന്നത് കണ്ട് ഞാൻ പറഞ്ഞു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഉടനെ റെഡിയായി വരും. എൻ്റെ പത്മ വേഗം പോയി റെഡിയായിക്കോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരം നമ്മൾ ഇവിടെ എത്തും. അർച്ചനയ്ക്ക് ചെറിയ വയ്യായ്മ ഉള്ളത് കൊണ്ട് ഒരു വൈകുന്നേരം സമയമാകുമ്പോൾ അർച്ചന നല്ല തളരും. എന്നിട്ട് അവൾ ഉടനെ കിടന്നുറങ്ങാൻ നോക്കത്തുള്ളൂ. ആ സമയം അർച്ചന കിടന്നുറങ്ങുമ്പോൾ നമ്മൾ രണ്ടുപേരും ഫുഡ് വാങ്ങിക്കണമെന്നും പറഞ്ഞ് വീണ്ടും വെളിയിൽ പോകുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നു. ശേഷം അർച്ചനയ്ക്ക് ഫുഡ് വാങ്ങിക്കുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. ഇതാണ് ഇന്നത്തെ പ്ലാൻ. എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ പത്മയ്ക്ക്? പത്മ ഇല്ലാന്ന് മറുപടി പറഞ്ഞു. ശരി, എന്നാൽ പത്മ ഡ്രസ്സ് മാറിയിട്ട് വരൂ. ഇന്ന് നിങ്ങൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെങ്കിൽ അങ്ങള് എന്നെയല്ലേ കൊല്ലുക, അതുകൊണ്ട് വേഗം ആവട്ടെ. അത് കേട്ടിട്ട് പത്മ റൂമിലേക്ക് നടന്നു. പത്മ വാതിൽ തുറന്ന് അകത്തേക്ക് കയറും മുന്നേ ഞാൻ പത്മയുടെ ബാക്കിൽ കൂടി ഒന്ന് ഇതാക്കി ഒന്ന് കൊടുത്തു. പത്മ ചെറുതായിട്ടൊന്ന് ശബ്ദം ഇതാക്കി. നീ കുറച്ച് ഓവറാവുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ലോകത്ത് ഇപ്പോൾ അച്ഛനേക്കാളും എൻ്റെ അമ്മയെക്കാളും മറ്റാരെക്കാളും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ പത്മയോടാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കം കുറച്ച് കൂടുതലാണ്. പത്മ അത് കേട്ടിട്ട് എന്നെ ഒന്ന് നോക്കി നിന്നു. ഞാൻ പറഞ്ഞു, ഈ സമയം കളയണ്ട, പെട്ടെന്ന് പോയിട്ട് വാ. പത്മ ഇങ്ങനെ കയറിപ്പോയി. അപ്പോഴേക്കും എനിക്ക് ഞങ്ങൾ മെസ്സേജ് അയച്ചു, എടാ നിങ്ങൾ ഇറങ്ങിയോ? ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ 5 മിനിറ്റ് അകത്ത് അവർ റെഡിയാവാം, എപ്പോൾ ഇറങ്ങും? ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ശരി ഞങ്ങളൊന്നും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അർച്ചനൊരു ചുരിദാറൊക്കെ ഇട്ട് താഴേക്ക് ഇറങ്ങി. വന്നല്ലോ വനമല, ഇപ്പോൾ നിൻ്റെ പനിയൊക്കെ മാറിയോ? ഇല്ലടാ, കുറച്ച് തലവേദനയുണ്ട്. അർച്ചന മറുപടി പറഞ്ഞു, സാരില്ലടി, നമുക്കൊരു മരുന്ന് പോകുന്ന വഴി കഴിക്കാം, എല്ലാം ഓക്കെ ആകും. അപ്പം തന്നെ പത്മയും വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്നു. ഒരു കറുത്ത കോട്ടൺ സാരിയൊക്കെ എടുത്ത ആൾ വെളിയിലേക്ക് വന്ന്. കറുത്ത സാരിയിൽ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ വീടൊക്കെ പൂട്ടി ഞങ്ങളെല്ലാവരും കാറിൽ കയറി യാത്ര ആരംഭിച്ചു. ഒരു അരമണിക്കൂറിൻ്റെ അകത്ത് തന്നെ മുകളിലേക്കെത്തി. അതിനുശേഷം കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി. ഒരു ട്രോളി എടുത്ത് ഷോപ്പിംഗ് അങ്ങ് തുടങ്ങി. ഷോപ്പിംഗ് ചെയ്യുന്ന നേരം പലരുടെയും കണ്ണ് പത്മയുടെ അവിടെയൊക്കെ തന്നെ 2-3 പയ്യന്മാർ ചുറ്റിത്തിരിഞ്ഞ് സീന് പിടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുറച്ചപ്പുറത്തൊരു കിളവൻ അങ്ങനെ ഇതിലൊക്കെ ആക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു, ഒരു പബ്ലിക് സ്ഥലമായിട്ട് ആർക്കും മര്യാദയ്ക്ക് നിൽക്കാൻ അറിയില്ലേ എന്ന രീതിക്കായി എൻ്റെ ചിന്ത. ഞങ്ങൾ മുന്നോട്ട് പോകുന്ന നേരം ഒരു പയ്യൻ പത്മയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പത്മ
ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇതെന്തൊരു ലോക. കുറച്ച് നേരം ഞങ്ങളിവിടെ വന്നിട്ടുള്ളൂ, അതിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. എനിക്ക് നല്ലപോലെ പ്രതികരിക്കണം എന്നൊക്കെയുണ്ട്, പക്ഷേ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. വീട്ടിൽ വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങി അവിടെ നിന്നിറങ്ങി ഒരു തുണിക്കടയിലേക്ക് പോയി. പത്മയും അർച്ചനയും ഒരുപാട് തുണികൾ വാരി കൂട്ടുന്നുണ്ട്. കൂടാതെ പത്മ എനിക്കൊരു ഷർട്ടും പാൻറ്റും എടുത്തു തന്നു. ഞാനപ്പോൾ തന്നെ മനസ്സിലാലോചിച്ചു, പത്മയ്ക്കിപ്പോൾ എന്നോട് വെറുപ്പ് ഒന്നുമില്ല. അതൊക്കെ മാറിയോ, അതോ ഷോപ്പിങ്ങിനെ കാറിക്കൊണ്ടുവന്നുള്ള ബഹുമാനമാണോ? എനിക്കൊന്നും നേരെ പിടികിട്ടുന്നില്ല. ശേഷം പത്മയുടെ അടുത്ത് അർച്ചനയില്ലെന്ന് ഉറപ്പ് വരുത്തിയ സമയം ഞാൻ അവിടെ ചെന്ന് പത്മയുടെ അടുത്തേക്ക് ഞാൻ അർച്ചനയൊന്ന് നോക്കി. അവൾ കുറച്ചകലെയാണ്. എന്നിട്ട് പത്മയോട് ഞാൻ ചോദിച്ചു, എന്താ പത്മേ, നീ ഒന്നും എടുക്കുന്നില്ലേ അകത്തിടേണ്ടേ? ആ ചോദ്യം കേട്ട് പത്മ എന്നെ കണ്ണു തള്ളി. നീ പേടിക്കാതെ, അടുത്തെങ്ങും ആരുമില്ല. എന്നിട്ട് പതിയെ ഞാൻ ഇന്നർ സെക്ഷനിലേക്ക് വലിച്ചുകൊണ്ട് പോയി. അപ്പോഴും ഞാൻ അർച്ചനയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അക്കലെയാണെന്ന് ഉറപ്പ് വരുത്തി. ശേഷം ആ സെക്ഷനെത്തി. പത്മ എന്നോട് പറഞ്ഞു, നീ ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്, പ്രശ്നമാകും. ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നം? നമ്മൾ വീട്ടിൽ ആവശ്യമുള്ള തുണികൾ എടുക്കുന്നു, അതിനിപ്പോൾ എന്താ നാണിക്കാണ്ടിരിക്കുന്നേ? 36 അല്ലേ? അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് 36 എടുത്തു. ശേഷം 95. പത്മ ആക്കി ഇങ്ങനെ നാണിച്ച് നിൽക്കുക. എന്നിട്ട് ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. അപ്പോൾ അർച്ചന കുറച്ച് തുണികളൊക്കെ എടുത്ത് ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾ ബിൽ കൗണ്ടറിൽ പോയി ബില്ലും ഇട്ടു. തുണിയെടുത്താൽ പിന്നെ ബില്ലിടണ്ടേ അല്ലേ? അങ്ങനെ ഏകദേശം ഒരു 15,000 രൂപയോളമായി. നിസ്സാരം. അങ്കിൾ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അതുകൊണ്ട് ആ ക്യാഷ് ഞാൻ കൗണ്ടറിൽ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറിലേക്ക് കയറി. ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞു. അപ്പോൾ ശേഷം അർച്ചനയ്ക്ക് തലവേദന കൂടി വന്നു. പത്മ പറഞ്ഞു, ഇനി വാ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഞാൻ കാറ് വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീടും എത്തി. എല്ലാ സാധനവും അകത്ത് കൊണ്ട് ഞാൻ വെച്ചു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അർച്ചനയ്ക്ക് തലവേദന കൂടി വരിക. ഞാൻ പറഞ്ഞു, നീ പോയി കിടക്ക്. മരുന്ന് കഴിച്ചിട്ട് അർച്ചന അവളുടെ റൂമിൽ പോയി കിടന്നു. അർച്ചന റൂമിൽ പോയി കിടന്ന ശേഷം ഞാൻ പത്മയോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഫുഡ് വാങ്ങിക്കണമെന്നും പറഞ്ഞ് വെളിയിലിറങ്ങുന്നു. നമ്മുടെ അത്താഴം ആ സമയം നടക്കും. ഇപ്പോൾ ഒരു 3 മണി, ഒരു 6 മണിയാകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം. അതുവരെ പത്മയും വിശ്രമിച്ചിരിക്കും. അതിനുശേഷം പത്മയ്ക്കൊരു ഹക്കൊക്കെ കൊടുത്ത് നല്ല ഒന്നാം തരമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെറുതായിട്ടൊന്ന് ഇതാക്കുകയും ചെയ്തു. പത്മ തള്ളി മാറ്റാൻ നോക്കിയാലും ഞാൻ വിടുവോ? ഞാൻ ആരാ അല്ലേ? ആ ഒരു ചൂടൊക്കെ എന്നിലേക്ക് ആയ ശേഷം ഞാൻ പത്മയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പം തന്നെ ആൾ പറഞ്ഞു, എടാ പ്ലീസ് മതി, വിട്ടേക്ക്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം കൂടി കഴിഞ്ഞിട്ട് മതിയാക്കാം. പത്മ മനസ്സിൽ വിചാരിച്ചു, എന്തായിരിക്കും അത്? കൂടുതൽ ഊഹിക്കാൻ സമയം കൊടുത്തില്ല ഞാൻ. വേഗം തന്നെ പത്മയുടെ തല എന്നിലേക്ക് ഇതാക്കി അന്നങ്ങ് കൊടുത്തു. ഞങ്ങളുടെ ഇടയിൽ ഇത് 2ാം തവണയാണ്. ആദ്യത്തേത് ഇപ്പം നടന്നതിനേക്കാളും ഇരട്ടി മധുരമായിരുന്നു. ആളെന്നെ തള്ളി മാറ്റാൻ നോക്കി. പക്ഷേ ഇത്തവണ നല്ലവണ്ണം കൊടുത്തിട്ടാണ് ഞാൻ മാറിയത്. എനിക്കാണെ എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെയായി. ആ ഒരു പത്മ വഴുത്തി വീണുപോയി തന്നെ പറയാം. ഞാനൊരു വല്ലാത്തൊരാക്രാന്തം കാണിച്ചു പോയി. പക്ഷേ എന്തൊരു നിമിഷത്തിൽ പത്മമ്മ നല്ല സർവ്വശക്തിയെടുത്ത് എന്നെ അങ്ങ് തള്ളി മാറ്റി. പത്മ തൊട്ടടുത്തുള്ള കസേരയിൽ തല താഴ്ത്തിയിരുന്നു. ഞാനും പത്മയും ആ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്നിതായി. എന്ത് ചെയ്യണമെന്നറിയാതെ മൗനമായി ഞങ്ങൾ 2 പേരും നിന്നു. ഞാൻ പത്മയുടെ അടുത്തിരുന്ന ശേഷം പറഞ്ഞു, എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ നിന്നെ എഴുതി തരാൻ തോന്നുന്നില്ലടി. ആദ്യം കുറച്ച് വെറുപ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തോ എനിക്കിങ്ങനെ തോന്നുന്നില്ല. പത്മ എപ്പോഴും തല താഴ്ത്തി തന്നെ ഇരിക്കുകയായിരുന്നു. ഒരു 6 മണിയാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. നിൻ്റെ കൂടെ ഡിന്നറിന് അതിനെ സ്വപ്നം കണ്ടുപോയി. അതുകൊണ്ടാണ് ഇന്ന് നീ എൻ്റെ കൂടെ വരണം. വരില്ല എന്ന് പറയരുത്. ശേഷം ഞാൻ അവിടെ നിന്ന് എണീറ്റ് വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. പത്മ കസാരയിൽ നിന്ന് എണീറ്റ് റൂമിലേക്ക് പോയി ബെഡിൽ കിടന്നു. എന്നിട്ട് ആഴമേറിയ ചിന്തയിൽ വീണ്ടും പത്മ അങ്ങനെ പോയി. പത്മയുടെ മനസ്സിൽ ഞാൻ ഭർത്താവിനെ ചതിക്കുകയല്ലേ എന്നൊക്കെ ചിന്തയായി.
മോളെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തുടങ്ങി വെച്ച ഒരു കാര്യം ഇപ്പോൾ അത് വളരെ ഗൗരവമായി വരുന്നുണ്ട്. പത്മയുടെ കണ്ണിൽ നിന്ന് ഒരൊറ്റ കണ്ണീർ വെളിയിലേക്ക് വന്നു. എന്നിട്ട് ആൾ ചിന്തിച്ചു, ഞാൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നു? ഞാൻ വിഘ്നേഷിന് അടിമപ്പെടുകയാണോ? ഞാൻ എൻ്റെ ഭർത്താവിനെ ചതിക്കുകയാണോ? എൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ശരീരത്തിന് എന്തെങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്ത ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ പത്മയുടെ മനസ്സിൽ കടന്നു വന്നു. ഒടുവിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് പത്മ അങ്ങനെ മയക്കത്തിലായി. ഞാൻ പത്മയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തി. ശേഷം ഒരു ചെറിയ ഇറക്കം ഇറങ്ങി എണ്ണീറ്റപ്പോൾ ശരീരം ആകെ വിയർത്തി കുളിച്ചിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ ഒരു കുളിയും പാസ്സാക്കി. അടുക്കളയിൽ അമ്മ നിൽക്കുന്ന കണ്ടു. ഇന്ന് അമ്മ വളരെ സുന്ദരിയായിട്ട് നിൽക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ. എന്തോ ആരെയും അതൊക്കെ തന്നെ. അജിത്തും സുധിയും കോളേജ് ഡേറ്റൊന്ന് അമ്മയെ കണ്ട് വെള്ളം ഇറക്കിയത് കുറ്റം പറയാൻ പറ്റില്ല. അമ്മ അത്ര ഉണ്ടേ അമ്മ. ഞാൻ അമ്മയോട് ചെന്ന് ഇന്നൊരു പരിപാടി ഉണ്ട് പുറത്ത്, ഞാൻ വരാൻ ഒരു ഇച്ചിരി വൈകുമെന്ന് പറഞ്ഞു. ശരി, നീ പോയിട്ട് വന്ന് അമ്മ മറുപടിയും പറഞ്ഞു. എന്നിട്ട് ഞാൻ ബൈക്കെടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പത്മയുടെ വീടെത്തി. ഞാൻ അകത്ത് കയറിയപ്പോൾ ഒച്ചയോ അനക്കോ ഒന്നുമില്ല. ആകെ ഒരു നിശബ്ദത. ഞാൻ ആലോചിച്ചു, ഇതെന്ത് പറ്റി? എല്ലാവരും എവിടെ? ഞാൻ പത്മയുടെ മുറിയുടെ ഡോറ് തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചു. പത്മ നല്ല ഉറക്കത്തിലാണ്. ഞാൻ പോയ ശേഷം ഉറങ്ങിയതാവും, ഇതുവരെ എണ്ണീറ്റിട്ടില്ല. ഞാൻ പത്മയുടെ അടുത്തേക്ക് ചെന്നു. പത്മ ഉറങ്ങുന്നത് കാണാൻ നല്ല രസമാണ്. ഞാൻ തന്നെ ഇത് രണ്ടാമത്തെ തവണ ഇങ്ങനെ ഉറങ്ങുന്നത് കാണുന്നത്. രാവിലെ ഉടുത്തു വന്ന സാരി തന്നെയാണ്, ഇതുവരെ മാറ്റിയിട്ടുമില്ല. കൂടാതെ ആ ശ്വാസെടുപ്പും ഒക്കെ ഇങ്ങനെ കേൾക്കാം. സാരി അലങ്കോലമായിട്ട് കിടക്കുന്നത് കണ്ട് അവിടെ എവിടെയും കാണുകയും ചെയ്യാം. പത്മ ഇതിനു മുമ്പേ ഞാൻ ഉറങ്ങുന്നത് കണ്ടിട്ടുള്ളതാ. അന്ന് ഞാൻ ചെറിയൊരു വേലത്തിലൊക്കെ ഒപ്പിച്ചതാ. ഇന്ന് കുറച്ച് കളിപ്പിക്കാൻ ഞാനും കരുതി. ആദ്യമേ ഇങ്ങനെ കിടക്കുന്ന കിടപ്പ് 2-3 ഫോട്ടോസ് എടുത്ത് ഞാൻ സൂക്ഷിച്ചു. ശേഷം ഞാൻ എൻ്റെ കൈയെടുത്ത് ചെറുതായിട്ടൊന്ന് ഇതാക്കി അവിടെ മെല്ലെ. എന്നിട്ട് മെല്ലെ ഒന്ന് ഇതാക്കി. എനിക്ക് എൻ്റെ ഉള്ളിൽ എവിടെ ഓരോന്നിങ്ങനെ കയറി വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ മുഖം പതിയെ അവിടെ ചെറുതായിട്ടൊന്ന് കൊടുത്തു. കണ്ണടച്ച് സർവ്വശക്തിയും ഇതാക്കി മനസ്സിലിങ്ങനെ ഓരോന്ന് ധ്യാനിച്ച് ഞാൻ പതിയെ അവിടെ നിന്നത് കൊടുത്തു. പെട്ടെന്ന് തന്നെ എനിക്ക് സന്തോഷവും ആഹ്ലാദവും എന്തെന്നറിയിക്കാത്തൊരു ഫീലും മനസ്സിലുണ്ടായി. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനി കുറച്ച് കഴിയട്ടെ, എന്നിട്ട് പത്മയെ ഒന്ന് ഇളക്കി വിടാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എണ്ണീറ്റ് പത്മയെ വിളിച്ചു നിർത്തി. എടി പത്മേ, എന്തൊരു ഉറക്ക, വേഗം എഴുന്നേക്ക്. നീ ഒരു കള്ളം വന്നാൽ പോലും അറിയില്ലല്ലോ. പത്മ അപ്പം തന്നെ എണ്ണീറ്റു. സാരിയൊക്കെ നേരെയാക്കി മുടിയൊക്കെ കെട്ടിവെച്ച് അടുക്കളയിലേക്ക് നടന്നു. ഒരു ജാറ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ഞാനും പത്മയുടെ പുറകെ പോയി അടുക്കളയിൽ കയറി. പത്മ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കെ ഞാൻ ചോദിച്ചു, പത്മ കുളിച്ച് റെഡിയായി വരുന്നില്ലേ? നമുക്ക് ഡിന്നറിന് പോകാൻ സമയമായി. ഇപ്പം തന്നെ 6 മണി കഴിഞ്ഞേ. എന്നെ നോക്കിയിട്ട് നീ എന്നെ കഷ്ടപ്പെടുത്തുമല്ലേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തിനാ പറയുന്നത്? നമ്മളന്ന് ഫുഡ് കഴിക്കാനല്ലേ പോകുന്നത്. അത് അത്ര തെറ്റായിട്ടുള്ള കാര്യമാണോ? പത്മ മൗനമായിട്ട് പറഞ്ഞു, ശരി, കുളിച്ചിട്ട് വരാം. പത്മ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും മനസ്സിൽ വല്ലാത്തൊരു കുളിർമ. ഓക്കെ, എന്നാൽ കുളിച്ചിട്ട് വാ, ഞാനിവിടെ കാത്തിരിക്കാം. പത്മ അങ്ങനെ റൂമിനകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഡോർ ലോക്ക് ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. പത്മ എന്നെ നോക്കിയിട്ട് അയ്യടാ നല്ല ആൾ എന്നും പറഞ്ഞൊരു ചിരിച്ച് വാതിലടച്ചു. ഞാൻ അപ്പോഴേക്കും ആലോചിച്ചു, ഞാൻ പറയുന്ന കാര്യത്തിൽ ആദ്യമായിട്ടാണ് പത്മ ചിരിച്ച് കാണുന്നത്. എനിക്ക് വീണ്ടും മനസ്സിലൊരു വല്ലാത്ത സന്തോഷം വന്നു. എൻ്റെയും പത്മയുടെ ഇടയിലുള്ള ഈഗോ ക്ലാഷ് മാറിപ്പോകുന്നൊരു ഫീലുണ്ടായി. കാരണം പത്മ ഞാൻ ആദ്യം കണ്ട സമീപനമല്ല ഇപ്പോൾ. ആദ്യം ഒരു കീരിയും പാമ്പും പോലെ ആയിരുന്നെങ്കിലും ഇപ്പോൾ വളരെ മാറ്റമുണ്ട്. ഈ സമയം ഞാൻ മുകളിൽ കയറി അർച്ചനയുടെ അടുത്ത് പോയി. അവൾ അവിടെ കിടക്കുകയാണല്ലോ. ഞാൻ ചോദിച്ചു, മരുന്ന് കഴിച്ചിരുന്നു? അവളൊരു പാതി ബോധത്തിൽ പറഞ്ഞു, കഴിച്ചു ചേട്ടായി. ഞാൻ അർച്ചനയുടെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് പയ്യെ ഇങ്ങനെ തലോടി നെറ്റിലൊരോന്ന് ഇതാക്കി. എന്നിട്ട് പറഞ്ഞു, ഞാനും ആൻറ്റിയും കൂടെ പോയി ഫുഡ് വാങ്ങിയിട്ട് വരാം. അതുവരേക്കും എൻ്റെ മോള് റെസ്റ്റ് എടുക്കുക കേട്ടോ. അർച്ചന പാതി ബോധത്തിൽ എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. താഴെ ഹോളിൽ വന്ന് നിന്നപ്പോൾ തന്നെ എനിക്ക് അങ്ങളുടെ കോള് വന്നു. അപ്പം തന്നെ ഫോൺ എടുത്തു. അങ്ങൾ എന്നോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു.
ഞാൻ പറഞ്ഞു എല്ലാം ഭംഗിയായിട്ട് പോകുന്നു അങ്കിളെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അതുമാത്രമല്ല അർച്ചനയ്ക്ക് മെഡിസിൻസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഞാനും ആൻറ്റിയും കൂടി ഫുഡ് വാങ്ങിക്കാൻ പോകുന്നു. എന്നിട്ട് അങ്കിൾ പറഞ്ഞു ആ ശരി നടക്കട്ടെ, പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഞാൻ ഓക്കെ എന്ന് മറുപടി കൊടുത്തു. ശേഷം അങ്കിൾ ഫോൺ വെച്ചു. ഞാൻ അവിടെ സോഫയിൽ ചാരി ഇരിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഡോറും തുറന്ന് പത്മ വെളിയിലേക്ക് വന്നു. കിളിച്ചൊരുങ്ങി ഒരു പിങ്ക് സാരിയൊക്കെ എടുത്ത് മുടിയൊക്കെ നല്ലപോലെ കെട്ടി മനുഷ്യനാകെ ഒരു ഇതാക്കുന്ന തരത്തിലുള്ള രീതിയായിരുന്നു. ഞാൻ ഒരു നിമിഷം പത്മയെ നോക്കി നിന്ന് പോയി. പത്മ എപ്പോഴും ഇങ്ങനെ എടുത്തിറങ്ങി കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് നോക്കിപ്പോകും. ആ കുരുങ്ങിക്കുരുങ്ങിയുള്ള വരവൊക്കെ കണ്ടിട്ട് എനിക്കാണ് സഹിക്കാനായില്ല. ആക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ വേണ്ട, ഇപ്പം നല്ലൊരു ഡിന്നർ സമയമാണ്, അത് കുളവാക്കണ്ട. ഞാൻ പറഞ്ഞു എടി പത്മേ, നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്, നീ ഈ സൗന്ദര്യമൊക്കെ എപ്പോഴും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പത്മ എന്നെ ഒന്ന് ആക്കി ചിരിച്ചിട്ട് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയേക്കാം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കാറിൽ കയറി ഞാൻ ബുക്ക് ചെയ്ത ഫാൻസി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഒരു കിടിലൻ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ ഞങ്ങൾ വന്നെത്തിയത്. പ്രൈവറ്റായിട്ട് ഇരിക്കുന്നു എങ്കിലും അങ്ങനെ ആയിരിക്കും. കപ്പിളൊക്കെ ഇരിക്കാൻ വേറെ സൗകര്യമുണ്ട്, ഫാമിലിക്കാർക്ക് വേണ്ടി മറ്റു പല സൗകര്യങ്ങളും. അങ്ങനെ ഒരൊന്നാം തരം റെസ്റ്റോറൻറ്റ്. ഞാൻ റിസപ്ഷനിൽ പോയി എൻ്റെ പേര് കൊടുത്തു. അവരെനിക്കുള്ള റിസർവേഷൻ അറേഞ്ച് ചെയ്തു തന്നു. ഞാനും പത്മയും അവിടേക്ക് നടന്നു. ഒരു ചെറിയ ഗുഹ പോലിരിക്കുന്നൊരു സ്ഥലത്താണ് ഞങ്ങളുടെ റിസർവേഷൻ. ഞാനും പത്മയും അങ്ങോട്ട് നടന്നു. അതിൻ്റെ അകത്തേക്ക് കയറി അവിടെ ഇരുന്നു. കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. കൂടാതെ ആ സമയത്ത് തന്നെ പാഴ്സൽ വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഫോണെടുത്ത് കുറേ സെൽഫി പത്മയായിട്ട് എടുത്തു. അതെടുക്കുന്ന സമയത്ത് എന്നോടിങ്ങനെ ചേർത്തതാക്കിയിട്ട് തന്നെ ഞാൻ ഫോട്ടോ എടുത്തേ. എന്നിട്ട് ഞാൻ പത്മയോട് പറഞ്ഞു ഇന്ന് ഞാൻ ഒരുപാട് വേലത്തരം കാണിക്കും, അതുകൊണ്ട് എല്ലാത്തിനും അങ്ങ് സഹകരിച്ചിരുന്നോണം. എന്നിട്ട് എൻ്റെ ഓരോ വേലത്തരങ്ങൾ ഞാൻ തുടങ്ങി. പത്മയാണേ എടാ ആരെങ്കിലും കാണും, നീ എന്തേ കാണിക്കുന്നേ? ഞാൻ പറഞ്ഞു എടി പൊട്ടി, ഈ ഗുഹയ്ക്കകത്തിരുന്ന് ആര് കാണാനാ, മിണ്ടാതിരിക്കി. അതിനുശേഷം ഫുഡ് വന്നു. ഞങ്ങൾ കഴിക്കാനും തുടങ്ങി. ആ സമയത്ത് പത്മ എന്നോട് ചോദിച്ചു നീ എന്തിനാ ശരിക്കും എന്നെ ഡിന്നറിന് ക്ഷണിച്ചേ? ഞാൻ മറുപടി കൊടുത്തു. എനിക്ക് പത്മയോട് അങ്ങനെ പറയണമെന്ന് തോന്നി. കുറച്ചു നേരം പത്മയായിട്ട് സമയം ചെലവഴിക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. അതുമാത്രമല്ല ആദ്യം കണ്ടപ്പോഴുള്ളൊരു ദേഷ്യമൊന്നും എനിക്കിപ്പോഴില്ല. പത്മ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന്, ഒരു നല്ലൊരു സുഹൃത്തായിരിക്കണം, എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹം. ഇത് കേട്ടിട്ട് പത്മ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഞാൻ പത്മയോട് ഓപ്പണായിട്ട് ചോദിച്ചു പത്മയ്ക്ക് എന്നോട് ആദ്യം കണ്ടൊരു വെറുപ്പും ദേഷ്യമൊക്കെ ഇപ്പോഴും ഉണ്ടോ? പത്മയുടെ ശബ്ദം ഇടറി വരുന്നത് ഞാൻ കേട്ടു. എനിക്കെൻ്റെ മോളുടെ ഭാവി ഓർത്തുള്ള പേടിയാണ്. അത് നീ വരുമ്പോൾ അവളെ ഭാവിയെപ്പറ്റി ശ്രദ്ധിക്കത്തില്ല, പഠിത്തത്തിലെല്ലാം മടി കാണിക്കും. ഞാൻ പയ്യെ എൻ്റെ കൈയെടുത്ത് എൻ്റെ പത്മ ഒന്ന് മുന്നിലേക്ക് പോയി. ഞാൻ പതുക്കെ അവിടെ ഇതാക്കി. ഞാൻ പറഞ്ഞു പത്മയുടെ ആഗ്രഹപ്രകാരം വേണമെങ്കിൽ ഞാൻ അർച്ചനയോട് അകലം പാലിച്ച് നിൽക്കാം, പക്ഷേ പത്മയുടെ അകലം പാലിച്ച് നിൽക്കണമെന്ന് മാത്രം പറയരുത്. ഇനി എനിക്കതിന് കഴിയില്ല. ഞാൻ അപ്പം തന്നെ പത്മയുടെ കവിളത്തുനിന്നിതാക്കി. ശേഷം ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് എണീറ്റ് കൈ കഴുകി തിരികെ വന്ന പാഴ്സലും വാങ്ങി ബില്ല് കൊടുത്ത് അവിടെ നിന്ന് തിരിച്ചു വന്ന് വീട്ടിലേക്ക് കയറി. പത്മ വന്നപ്പോഴേക്കും തന്നെ മോളെ നോക്കി മുകളിലേക്ക് കയറി. എന്നിട്ട് ആഹാരം കഴിക്കാൻ വിളിച്ചു. ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിക്കാമെന്നും അതുവരെ കിടക്കണമെന്നും അർച്ചന പറഞ്ഞു. ശേഷം അർച്ചന നിദ്രയിലേക്ക് മടങ്ങി. പത്മ താഴെ വന്ന് ഞാൻ സോഫയിലിരിക്കുന്ന കണ്ടു. അപ്പോൾ തന്നെ ഞാൻ എണീറ്റിപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്തു. അത് കണ്ട് പത്മ ആശ്ചര്യപ്പെട്ടു. എപ്പോൾ തുറക്കരുത്, ഞാൻ പോയ ശേഷം വേണമെങ്കിൽ തുറന്ന് നോക്കിക്കാം. പത്മ ഞാൻ കൊടുത്ത ഗിഫ്റ്റും വാങ്ങി റൂമിലേക്ക് പോയി. ഞാൻ ഒപ്പം പുറകെ പോയി. പത്മ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്നു. തിരിഞ്ഞു നോക്കി നേരം തന്നെ ഞാൻ പത്മയെ ഇതാക്കി, മെല്ലെ ഇതാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു എടി ഇന്നത്തെ ദിവസം എനിക്ക് വളരെ മനോഹരവും സന്തോഷമായിട്ടൊരു ദിവസമായിരുന്നു. ഇന്ന് ഡിന്നർ കഴിക്കാൻ നീ സമ്മതിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, പക്ഷേ നീ ഡിന്നർ കഴിക്കാൻ വേണ്ടി സമ്മതിച്ചു. ഞങ്ങൾ നെഞ്ചിൽ ചേർത്തതാക്കിയിട്ട് പറയുകയാണേ ഇന്ന് നിന്നെ കാണാൻ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്, ആ ഒരു സ്മെല്ലും എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഇതാക്കി. പത്മ പറഞ്ഞു എടാ നീ എന്നെ വിട്ടേ എന്ന്, നീ എന്തായി കാണിക്കുന്നത്, പ്ലീസ് വിട്ടേ. ശേഷം ഞാൻ പത്മ ചുമരിലേക്ക് ഇതാക്കി. എന്നിട്ട് കണ്ണ് ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കി നിന്നു. പത്മയുടെ കണ്ണിൽ നിന്നും തന്നെ ഇങ്ങനെ എല്ലാം വായിച്ചെടുത്തു.
ഇതെല്ലാം പത്മയ്ക്ക് ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം ഞാൻ ഒന്നും നോക്കിയില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? എന്നിട്ട് ചെറുതായിട്ട് പരിപാടി തുടങ്ങി. പത്മ മാക്സിമം എന്നെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടന്നില്ല. അവസാനം സർവ്വശക്തി എടുത്തിട്ട് അങ്ങ് ഒറ്റത്തള്ള്. ഞാനാണിപ്പോൾ താഴെ വീണു. പത്മ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇപ്പം കരയുന്നേ? അപ്പോൾ എന്നോട് ദേഷ്യത്തിന് ആൾ പറഞ്ഞു, പോയെ നീ പോ, നീ എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ടാണ് ഇവിടെ വന്നേ. എൻ്റെ കുടുംബത്തെ, എൻ്റെ മോളെ, എന്നെ നശിപ്പിക്കാനാണ് നീ ഇവിടെ വന്നേ. നീ എനിക്ക് കാണണ്ട, ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിക്കോണം. പത്മ കരഞ്ഞ് വിളിച്ച് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്തെന്നറിയത്തില്ല, ഞാൻ ഒരുപാട് തകർന്നു പോയി. എനിക്ക് മനസ്സെവിടെയോ നഷ്ടപ്പെട്ട പോലെ. അർച്ചന എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ പോലും ഞാൻ വിഷമിക്കാറില്ല. പക്ഷേ പത്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അപ്പം തന്നെ മുകളിൽ നിന്ന് അർച്ചനയുടെ അമ്മ എവിടെ നിൽക്കുക എന്നൊരു വിളിയും വന്നു. അർച്ചനയുടെ ശബ്ദം കേട്ടതും ഞാൻ ഉടനെ തന്നെ ബോധം തിരിച്ചു കൊണ്ടുവന്നു. പത്മ കണ്ണീരൊക്കെ തുടച്ച ശേഷം എന്നെ പുറത്തിറക്കി വാതിലടച്ചു. ഞാൻ നോക്കിയപ്പോൾ അർച്ചന താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അർച്ചന താഴെ വന്നിട്ട് എന്നോട് ചോദിച്ചു, നീ പോയില്ലേ ഇതുവരെ? എനിക്കിപ്പോൾ സുഖമുണ്ട് വിക്കി. എന്താ ഒന്നും മിണ്ടാത്തെ? പിന്നെ എൻ്റെ അമ്മയെ കണ്ടോ? ഹലോ സാറേ, ഇവിടെ ഉണ്ടോ? പത്മയുടെ റൂമിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഹാങ് ഓവറിൽ നിൽക്കുക ഞാൻ. പക്ഷേ ഞാൻ പെട്ടെന്ന് ബോധം തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ആടി അമ്മ റൂമിൻ്റെ അകത്തുണ്ട്, ഡ്രസ്സ് മാറിയ ഇപ്പം വരും. ഞാൻ അപ്പം തന്നെ അങ്കിളിനെ ഫോൺ വിളിച്ചു. അങ്കിൾ ഇന്നത്തെ കാര്യമൊക്കെ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ എവിടെ നിന്ന് ഇറങ്ങുന്നേ? ആ ശരി മോനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് അങ്ങളും പറഞ്ഞു. ഞാൻ അർച്ചനയ്ക്കൊരു ഇതും കൊടുത്ത് ശേഷം ഞാൻ ഇറങ്ങട്ടെ മോളെ എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി. അർച്ചന അതിശയിച്ചു നിന്നു. ഇവനത് എന്ത് പറ്റിയെന്ന്. അതായത് ഞാൻ കൊടുത്തില്ല തിരിച്ചതായിരുന്നു. എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം, ഞാൻ ഇറങ്ങുന്നു. ഞാൻ ഇങ്ങനെയും കൂടി അർച്ചനയോട് പറഞ്ഞു. നീ ഫുഡ് കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് വീണ്ടും റെസ്റ്റ് എടുക്ക്. ശേഷം ഞാൻ ടാറ്റയും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ബൈക്കെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. അർച്ചന അപ്പോഴും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇട്ടെന്ന് മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ മുഴുവൻ പത്മ പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് കിടന്നു. എനിക്ക് നേരെ റോഡ് നോക്കി ഓടിക്കാൻ പോലും പറ്റിയില്ല. ഇപ്പോൾ ഇടിക്കുന്നൊരു ഫീൽ. ഞാൻ എങ്ങനെയൊക്കെ വീട്ടിലെത്തി. ഞാൻ വീട്ടിലെത്തിയ ശേഷം വല്ലാത്തൊരു വിങ്ങലായിരുന്നു. അമ്മേനെ കണ്ട് ചോദിച്ചു, നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഞാൻ പറഞ്ഞു, ഇന്ന് ഓടിയതിൻ്റെ ക്ഷീണമായിരിക്കും. അതും പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി കഥ കടച്ചു. എന്നിട്ട് ബെഡിലേക്ക് ഒറ്റ കിടപ്പ്. എന്നിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പത്മ ദേഷ്യപ്പെട്ടത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ ഫോണെടുത്ത് മെസ്സേജ് അയച്ചു പത്മയ്ക്ക്, സോറി ഫോർ എവറിത്തിങ്. പിന്നെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. മെസ്സേജ് ഡബിൾ ടിക്ക് ആയിട്ടില്ല എന്ന് വെച്ചാൽ പത്മ ഓൺലൈൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരെത്തും പിടി കിട്ടാതെ ഞാൻ അങ്ങനെ അങ്ങ് കിടന്നു പോയി. ഞാൻ മനസ്സിൽ കരുതി, ഇനി ഞാൻ വീട്ടിലേക്ക് പോകണ്ട. ഏതായിരുന്നാലും എക്സാം എല്ലാം ഒരു മാസത്തിനകത്ത് തീരും. അത് കഴിഞ്ഞ് ഒരു പുതിയ ലൈഫ് തുടങ്ങിയേക്കാം. അങ്ങനെ പല കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ചിട്ടും എനിക്ക് പത്മയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മനസ്സിൽ നിന്ന് പോകുന്നില്ല. കൂടാതെ ഇന്നത്തെ പത്മയുടെ പെരുമാറ്റം കൂടി കണ്ടപ്പോൾ മനസ്സ് തക്കർന്നടിഞ്ഞ പോലായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ അങ്ങനെ അങ്ങ് കിടന്നിറങ്ങി. ഇതേ സമയം പത്മയുടെ വീട്ടിൽ പത്മ കതകടച്ച് റൂമിനകത്തായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടൊരു 10 മിനിറ്റ് ശേഷം പത്മ റൂം തുറന്ന് വെളിയിലേക്ക് വന്നു. ഡ്രസ്സൊക്കെ മാറ്റി കണ്ണുനീരൊക്കെ തുടച്ചായിരുന്നു വെളിയിൽ വന്നേ. അർച്ചനയെ പോയി കണ്ട് സുഖമാണെന്നൊക്കെ തിരക്കിയിട്ട് ആഹാരം എടുത്തു കൊടുത്തു. അതിനുശേഷം പത്മ വിക്കി എവിടെയെന്ന് തിരക്കിയിരുന്നു. അർച്ചന പറഞ്ഞു, പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അർച്ചന വീണ്ടും പറഞ്ഞു, എനിക്കെന്തോ ഒരു തോന്നൽ. വെറും തോന്നലായിരിക്കും, എന്നാലും അവൻ്റെ മുഖത്തൊരു വിഷമമുണ്ട്. അത് അവൻ്റെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തതാ. അവൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പത്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ശേഷം പത്മ അർച്ചനയ്ക്ക് മരുന്നെടുത്ത് കൊടുത്ത ശേഷം പോയി കിടന്നോളാൻ പറഞ്ഞു. അർച്ചന മുകളിൽ പോയി കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മെസ്സേജ് അവൾക്ക് കൊടുത്തു. അർച്ചന ഫോൺ നോക്കിയപ്പോൾ അത് കിടക്കുന്നു. ഞാൻ വീട്ടിലെത്തി. പിന്നെ വല്ലാത്ത തലവേദനയൊന്നും ഞാൻ കിടക്കുന്നൊന്നും ആയിരുന്നു. അർച്ചനയ്ക്ക് എൻ്റെ ഒരു പെരുമാറ്റം കണ്ടിട്ട് സംശയം തോന്നി. പിന്നെ പനി ആയതുകൊണ്ടുള്ള തോന്നലാവുമെന്നും പറഞ്ഞ് അർച്ചന കാര്യമാക്കിയില്ല.
ഇന്ന് രാവിലെ മുതൽ ഓടിയതിൻ്റെ ക്ഷീണമായിരിക്കും എന്ന് വിചാരിച്ച് അർച്ചന എന്നോടൊന്നും പിന്നെ ചോദിച്ചില്ല. ഒരു ഗുഡ് നൈറ്റും പറഞ്ഞു വെച്ചു. പത്മ വീട്ടിലുള്ള ബാക്കി എല്ലാ ജോലിയും കഴിഞ്ഞ ശേഷം കിടക്കാൻ വേണ്ടി റൂമിൽ വന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. പക്ഷേ കിടന്നിട്ട് പത്മയ്ക്ക് ഉറക്കം വരുന്നില്ല. ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. പെട്ടെന്നാ പത്മയ്ക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഓർമ്മ. പെട്ടെന്ന് തന്നെ ചാടിയത് എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഉണക്കി ഗിഫ്റ്റ് എടുത്ത് നോക്കി. ആദ്യം ഒരു സാരിയായിരുന്നു, പിന്നെ ഒരു ചുരിദാർ, അതിനുശേഷം ടേപ്പ് ഡ്രസ്സും, പിന്നെ കുറച്ച് അകത്തേടേണ്ടതും. ഇതൊക്കെ പത്മ എടുത്ത് നോക്കി ആശ്ചര്യപ്പെട്ടിരുന്നു. കൂടാതെ ഒരു പെട്ടിയും കൂടെ കണ്ട് അകത്ത് അത് പുറത്തേക്കെടുത്ത് തുറന്നു നോക്കി. അതിൽ പത്മയ്ക്ക് ഇഷ്ടപ്പെട്ട തരം ഒരു മാല, ഒരു സെറ്റ് പൊട്ട്, പിന്നെ കമ്മലി, വള, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്ക്, ഇതെല്ലാം ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുത്തതായിരുന്നു. പത്മ അതെല്ലാം ഇങ്ങനെ നോക്കി. പത്മ വീണ്ടും കരഞ്ഞു. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ? ഒരാളുടെ സ്നേഹത്തെയാണ് ഞാൻ തട്ടിക്കളഞ്ഞതെന്നും കൂടാതെ വളരെ മോശമായ വാക്കുകൊണ്ട് ഒരാളെ കുത്തി പറഞ്ഞു എന്നും പത്മയുടെ ഉള്ളിലൊരു ഭാരം വന്നു. ഇനി വിക്കി എന്നെ ഒരു അന്യനെ പോലെ ആയിരിക്കില്ലേ കാണാൻ പോകുന്നേ? നേരത്തെ അങ്ങനെ ഒന്നും പറയേണ്ടിയിരുന്നില്ല. ഇനി എന്ത് ചെയ്യുന്നു? പത്മ ഒരു പിടിയില്ലാതെ അങ്ങനെ ഇരിക്കുക. ഞാൻ കൊടുത്ത് ഗിഫ്റ്റൊക്കെ കെട്ടിപ്പിടിച്ച് പത്മ വീണ്ടും കരഞ്ഞു. പത്മ ഉടനെ തന്നെ എൻ്റെ ഫോൺ വിളിച്ചു മാപ്പ് പറയാൻ വേണ്ടി. പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല. കാരണം ഇന്നെനിക്കുണ്ടായ കാര്യങ്ങൾ താങ്ങാൻ പറ്റാത്ത തലവേദന എടുത്ത് കിടന്നു. അതിനിടയിൽ എപ്പോഴും ഞാൻ ദീർഘനിദ്രയിലായി. അതിനാൽ എനിക്ക് പത്മയുടെ ഫോൺ കോൾ എടുക്കാൻ പറ്റിയില്ല. പത്മ 1-2 തവണ എന്നെ വിളിച്ചു. എടുക്കാത്തത് കൊണ്ട് പത്മ മനസ്സിൽ പലതും ആലോചിച്ചു കൂട്ടി ടെൻഷൻ അടിച്ചു. എന്നിട്ട് വാട്സാപ്പ് എടുത്ത് എൻ്റെ മെസ്സേജ് നോക്കി. സോറി എന്ന് ഞാൻ അയച്ചിരുന്നു. അത് കണ്ട് എനിക്ക് റിപ്ലൈ തന്നു. എടാ പ്ലീസ് ഒന്ന് ഫോൺ എടുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്ക്. പിന്നെ എൻ്റെ മെസ്സേജ് ടൈപ്പ് ചെയ്യണമെന്നറിയാതെ നിന്നു പത്മ. എക്സാമൊക്കെ വരികയല്ലേ, ഇനി ഞാൻ കാരണം അവൻ പഠിക്കാതെ തോക്കുമോ? അങ്ങനെ ഒരു 100 ചോദ്യം പത്മയുടെ മനസ്സിൽ വന്നപ്പോഴും. അതോ ഇനി അവൻ ഉറങ്ങിക്കാണുമോ? എന്തായിരുന്നാലും നാളെ രാവിലെ ഈ പ്രശ്നം പരിഹാരം കാണുമെന്ന് പത്മ മനസ്സിൽ തീരുമാനിച്ചു. പിന്നെ കഥകളിൽ കുറച്ചിതൊക്കെ മസാലയൊക്കെ കുറയുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വരും കഥകളിൽ അത് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരെ തന്നെയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം വേഗം തന്നെ ഇടാം കേട്ടോ. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് കാണുന്നവരെ ബൈ.